ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി, ടേസ്റ്റി ബോട്ടണി. അപ്പോൾ നമ്മൾ കുറേ കാലമായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കുകളിലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പോവാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററാണ് ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് എങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വീഡിയോസ് കാണാം. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പാർട്ടായിട്ട് ഓരോ ചാപ്റ്ററിന്റെ വീഡിയോ ഇടും. അപ്പോൾ ഇതിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ വീഡിയോ ആണ് ആദ്യമായിട്ട് നമുക്കുള്ളത്. വളരെ ബ്രീഫ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നാൽ ഇതിൽ ഒരു പാർട്ട് മിസ്സാക്കാണ്ടാണ് ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമുക്ക് ബോട്ടണിയിലുള്ളതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഓർഗാനിസംസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഓരോ ഗ്രൂപ്പുകളായിട്ട് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഏത് രീതിയിലാണ്, ഏത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ്, ആരൊക്കെയാണ് അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തത് നമ്മൾ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ജീവജാലങ്ങളെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ. ഓക്കെ, അരിസ്റ്റോട്ടിലിനെ നമ്മൾ ഫാദർ ഓഫ് ബയോളജി എന്ന് പറയും. അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈഡ് the plants ine Aristotle classify ചെയ്തു. He classified the plants into trees, shrubs and herbs. പ്ലാന്റുകളെ അദ്ദേഹം മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രീസും ഷ്രബ്സും ഹെർബ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ട്രീസ് എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങൾ അല്ലെ, ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികള്, ഹെർബ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ചെടികളില്ലേ. അപ്പൊ അങ്ങനെ പ്ലാന്റ്സിനെ അദ്ദേഹം മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. റൈറ്റ്. And then he classified the animals into. Animalsനെ അദ്ദേഹം എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? Animals with RBC. RBC ഉള്ള ആനിമൽസ്, അതായത് റെഡ് ബ്ലഡ് ഉള്ള ആനിമൽസും then animals without RBC, റെഡ് ബ്ലഡ് ഇല്ലാത്ത ആനിമൽസുമായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ നടത്തിയത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആൻഡ് ആനിമൽസിനെ ആനിമൽസ് വിത്ത് RBC ഉള്ള അല്ലെങ്കിൽ റെഡ് ബ്ലഡ് ഉള്ള ആനിമൽസ്, then animals without RBC ഇല്ലാത്ത, റെഡ് ബ്ലഡ് ഇല്ലാത്ത ആനിമൽസ്, അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ കാൾ ലിന്നയസ്. ലിന്നയസ് ആണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അതായത് ജീവജാലങ്ങളെ അദ്ദേഹം രണ്ട് കിങ്ഡംസ് ആയിട്ട് തിരിച്ചു. ഓക്കെ, ഏതൊക്കെയാണ് ആ കിങ്ഡംസ് മക്കളെ നോക്കൂ. കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമാലിയ. ലിന്നയസ് ക്ലാസിഫൈഡ് organisms into two kingdoms. First one kingdom plante and the second one kingdom animalia. ഓക്കെ, അപ്പൊ നമ്മളടുത്ത് ഇതിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹു പ്രപ്പോസ്ഡ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കാൾ ലിന്നയസ് ആണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു he classified the organisms into kingdom plante and kingdom animalia. He classified the organisms into kingdom plante and kingdom animalia. ഇനി ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴും അല്ല, ഒരു 1-2 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്.
ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡീമെറിറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ ഡ്രോബാക്ക് എന്താ? ഇപ്പൊ നമുക്കറിയാം ഓരോ ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റില് അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ടാണ് ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഓരോന്നിനും ഓരോ ഡ്രോബാക്കുകളുണ്ട് അല്ലെ. അപ്പൊ ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡീമെറിറ്റുകൾ എന്താ, അതിന്റെ ഡ്രോബാക്ക് എന്താന്നുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ. ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്തൊക്കെയാ? യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്. ഓക്കെ, യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് വിത്ത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അപ്പൊ ഒരു നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉള്ള ജീവജാലങ്ങളെയാണ് നമ്മൾ യൂകാരിയോട്സ് എന്ന് പറയാ. അതിൽ മറ്റുള്ള എല്ലാ സെൽ ഓർഗനൽസും ഉണ്ടാവും അല്ലേ. ദെൻ അങ്ങനെ ഇല്ലാത്ത ജീവജാലങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോകാരിയോട്സ്. ബാക്ടീരിയ ഒക്കെ പോലെ അവയിലെന്ന് ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കാവും. അതിന് നമ്മളെ ഇൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്നാണ് പറയാ. അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവജാലങ്ങൾ, നമ്മുടെ ബാക്ടീരിയ ഒക്കെ പോലത്തെ ജീവജാലങ്ങളെയാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് പറയാ. സോ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്. യൂകാരിയോട്ടിനെ പ്രോകാരിയോട്ടിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദെൻ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ അതിൽ ക്ലോറോഫിൽ ഉണ്ടാവും അല്ലേ. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ പ്ലാന്റുകളൊക്കെ ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. അപ്പൊ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ജീവജാലങ്ങളെയും ഫോട്ടോസിന്തസിസ് നടത്താത്ത ജീവജാലങ്ങളെയും കറക്റ്റ് ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായി സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റിയില്ല? നമ്മുടെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷന് പറ്റിയില്ല. റൈറ്റ്? And then it did not distinguish between unicellular and multicellular organisms. ഒറ്റ സെല്ലുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള ജീവജാലങ്ങളെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ജീവജാലങ്ങളെയും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയില്ല. ദെൻ അതേപോലെ തന്നെ നോക്കൂ, എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡ്രോബാക്ക് ആണ് ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ്. കുറെ ഓർഗാനിസംസ് ലൈക്ക് യൂഗ്ലീന ആൻഡ് പ്രോട്ടോസോവ. യൂഗ്ലീനക്ക് എന്താണ്? അതിൽ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് അവയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനും പറ്റും. എന്നാൽ ചില സമയങ്ങളിൽ അവ മറ്റു ജീവജാലങ്ങളെ ഭക്ഷണമാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള യൂഗ്ലീന, അതുപോലെ പ്രോട്ടോസോവ, ഇവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഏത് ഗ്രൂപ്പിലാണ് കറക്റ്റ് ആയിട്ട് പെടുത്താൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ they did not fall into either category. പ്ലാന്റ് ആണോ ആനിമൽ ആണോ എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. It did not distinguish between eukaryotes and prokaryotes, and then photosynthetic and non-photosynthetic organisms, unicellular and multicellular organisms. പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും യൂഗ്ലീന പോലെയുള്ള ജീവജാലങ്ങൾ. They did not fall into either category. ഇവ ഫോട്ടോസിന്തസിസ് നടത്തും, എന്നാ പിന്നെ മറ്റു ജീവജാലങ്ങളെ ഭക്ഷണമാക്കുകയും ചെയ്യും. അപ്പൊ ഇവയെ പ്ലാന്റിൽ പെടുത്തണോ ആനിമലിൽ പെടുത്തണോ എന്നുള്ളതിൽ കൺഫ്യൂഷൻ വന്നു. ഇതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ദെൻ ഇനി വരാൻ പോകുന്ന നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഡൺ ബൈ മക്കളെ RH വിറ്റാക്കർ. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സിമ്പിൾ ആണ് കേട്ടോ. RH വിറ്റാക്കർ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ RH വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. RH വിറ്റാക്കർ ക്ലാസിഫൈഡ് ദ ഓർഗാനിസംസ്. എന്തിന്റെ ബേസിലാണ് RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇതുവരെയുള്ള ക്ലാസിഫിക്കേഷൻ എല്ലാം തന്നെ മോർഫോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പുറത്ത് കാണുന്ന ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ RH വിറ്റാക്കറുടെ ക്ലാസിഫിക്കേഷൻ ഇതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. He classified the organisms based on
സെൽ സ്ട്രക്ചർ, ഇവയുടെ സെല്ല് എങ്ങനെ ഇരിക്കുന്നു, യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ. ആൻഡ് ദെൻ താലസ് ഓർഗനൈസേഷൻ, താലസ് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ ലീഫും സ്റ്റെമ്മും ഒക്കെ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത ബോഡിക്കൊക്കെയാണ് താലസ് എന്ന് പറയാം. എന്നാൽ നമുക്ക് ഇത്രയും മനസ്സിലാക്കാം അവരുടെ ബോഡി ഓർഗനൈസേഷൻ എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ he classified the organisms based on cell structure, thallus organization and then mode of nutrition. ഇവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, ഇവ ഓട്ടോട്രോഫിക് ആണോ ഹെറ്ററോട്രോഫിക് ആണോ, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുകയാണോ അതോ മറ്റു വല്ലവരും പിടിച്ച് ഭക്ഷണമാക്കുകയാണോ, ഇതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. റീപ്രൊഡക്ഷൻ, ഇവയിൽ പ്രത്യുൽപാദനം എങ്ങനെയാണ് നടക്കുന്നത്. ആൻഡ് ഓൾസോ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മക്കളെ എവല്യൂഷണറി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പരിണാമപരമായിട്ട് ഇവയ്ക്കുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഈ 5 ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആർഎച്ച് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. He classified the organisms based on their cell structure, thallus organization, mode of nutrition, reproduction and phylogenetic relationship. ഓർത്ത് വെക്കണമെങ്കിൽ CT-MRP നമുക്കൊക്കെ CT സ്കാനിന് എത്ര MRP നോക്കിയാൽ മതി കേട്ടോ, CT-MRP. ഓക്കെ, ദെൻ ഏതൊക്കെയാണ് 5 കിങ്ഡംസ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജി പഠിക്കുന്ന ഒരു കുട്ടി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ഈ 5 കിങ്ഡംസ് ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ കിങ്ഡം മൊനീറ, സെക്കൻഡ് വൺ കിങ്ഡം പ്രോട്ടിസ്റ്റ, തേർഡ് വൺ കിങ്ഡം ഫഞ്ചൈ, then kingdom Plantae and kingdom Animalia. Kingdom Monera, kingdom Protista, kingdom Fungi, kingdom Plantae and kingdom Animalia. അപ്പോൾ നമ്മുടെ RH വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുള്ള 5 കിങ്ഡംസും ബൈഹാർട്ട് ആയിട്ട് പഠിക്കണം കേട്ടോ. കാണാണ്ട് ഏത് ഉറക്കത്തിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയണം. ഏതൊക്കെയാണ് 5 കിങ്ഡംസ്? Kingdom Monera, kingdom Protista, kingdom Fungi, kingdom Plantae and kingdom Animalia. Okay, then ഇനി ഈ 5 കിങ്ഡംസിന് എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ടീച്ചർ വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ചെറിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്ലൈഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമാലിയ. അപ്പൊ ഇവിടെ സെൽ ടൈപ്പ് എടുക്കുകയാണ് വെച്ചാൽ നോക്കൂ, സെൽ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കിങ്ഡം മൊനീറ എന്താണ്? പ്രോകാരിയോട്ടിക് ആണ്. പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മളൊരു മൊനീറ എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. അവയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. ദെൻ ബാക്കിയുള്ളതെല്ലാം മക്കളെ നോക്കൂ, പ്രോട്ടിസ്റ്റ് ആവട്ടെ, ഫഞ്ചൈ ആവട്ടെ, പ്ലാന്റ് ആവട്ടെ, ആനിമാലിയ ആവട്ടെ, അവയ്ക്ക് എന്താണ്? യുകാരിയോട്ടിക് ആണ്. അതായത് അവയ്ക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും മറ്റു സെൽ ഓർഗനൽസും എല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ ആകെ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ളത് ഏതേ ഉള്ളൂ? കിങ്ഡം മൊനീറേ ഉള്ളൂ. ദെൻ ഇനി നോക്കൂ, ഇതാ യൂണിസെല്ലുലാർ ആണ് കേട്ടോ. കിങ്ഡം മൊനീറ യൂണിസെല്ലുലാർ ആണ്, ഒറ്റ സെല്ലേ ഉള്ളൂ. കിങ്ഡം പ്രോട്ടിസ്റ്റ് എടുക്കുമ്പോ അതും യൂണിസെല്ലുലാർ ആണ്. അപ്പൊ എന്തായി ഇതിൽ നമുക്ക് കിങ്ഡം മൊനീറേ കിങ്ഡം പ്രോട്ടിസ്റ്റേ യൂണിസെല്ലുലാർ ആണ്, ഒരു സെല്ലേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഫഞ്ചൈയിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒന്നുണ്ട് കേട്ടോ, ഈസ്റ്റ്. ബാക്കിയല്ല മൾട്ടി സെല്ലുലാർ. കിങ്ഡം ഫഞ്ചൈ ആവട്ടെ, കിങ്ഡം പ്ലാന്റ് ആവട്ടെ, കിങ്ഡം ആനിമാലി ആവട്ടെ, ഇതൊക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കി, കിങ്ഡം മൊനീറ പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ ആണ്, എന്നാൽ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്താണ്? യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ആണ്.
അല്ലേ? ബാക്കിയുള്ളതെല്ലാം മൾട്ടി സെല്ലുലാർ. ഇനി ഇവിടെ സെൽവാൾ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, നോൺ സെല്ലുലോസിക് സെൽവാളാണ് കിങ്ഡം മൊനീറയ്ക്കുള്ളത്. അതിന് പോളിസാക്രൈഡും അമിനോ ആസിഡും കൊണ്ടാണ് അതിന്റെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രോട്ടിസ്റ്റയില് ചിലതില് സെൽവാൾ പ്രസന്റ് ആണ്. ഫംഗസിനാണെങ്കിൽ അതിന്റെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിൻ കൊണ്ടാണ്. അത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഫംഗസ് എടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയും. പ്ലാന്റ് ആണെങ്കിൽ അതിന്റെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്. ആനിമൽസ് ആണെങ്കിൽ അവയ്ക്ക് സെൽവാളേ ഇല്ല. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താന്ന് വെച്ചാല് ഫംഗസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിന് കൊണ്ടാണ്, പ്ലാന്റിന്റെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്, ഇങ്ങനെ മൊനീറയുടെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് പോളിസാക്കറൈഡും അമിനോ ആസിഡും കൊണ്ടാണ്. ഇനിയുള്ള എന്താന്ന് വെച്ചാൽ ഇവിടെ ന്യൂട്രീഷൻ എങ്ങനെയാണ്, ഇവ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ ഫുഡ് രീതി എങ്ങനെയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു കാര്യം ഞാൻ പറയാം. പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്ലാന്റ് മക്കളെ ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ they prepare their own food. എന്താണ് ഓൺ ഫുഡ്? അവരുടെ സ്വന്തം ഫുഡ് മെറ്റീരിയൽസ് അവ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? അവയില് ക്ലോറോഫിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ കിങ്ഡം പ്ലാന്റ് ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക്കിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം, they prepare their own food materials. അതിനാണ് ഓട്ടോട്രോഫിക് എന്ന് പറയാ. ഇനി നമ്മൾ ആനിമൽസിന് എടുത്തു കഴിഞ്ഞാലോ, നമുക്ക് ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ പ്ലാന്റുകൾ ഉണ്ടാക്കിയ ഫുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയാം? നമ്മളെ ഹെറ്ററോട്രോഫിക് ആണ്, മറ്റുള്ളവർ ഉണ്ടാക്കി വെച്ച ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. സോ നമ്മൾ ഹെറ്ററോട്രോഫിക് ആണ്. ഇനി അപ്പൊ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫംഗസ് എടുത്തു കഴിഞ്ഞാൽ ഫംഗസിനെ നമുക്കറിയാം, ഇവർ ഒരിക്കലും ഒന്നും ഉണ്ടാക്കില്ല. അവയെന്താണ്? മറ്റുള്ളവരെ ഉപദ്രവിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളാ. അവയ്ക്ക് ക്ലോറോഫിൽ ഇല്ല. അവയെ നമ്മൾ എന്ത് പറയും? ഹെറ്ററോട്രോഫിക് ആണ് അവയെ. അപ്പൊ ആനിമൽസും ഫംഗസും ഏകദേശം ഒരേപോലെ. പാവം പ്ലാന്റ്സ് മാത്രം എന്തുണ്ട്? ആഹാരം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇനി നമ്മുടെ ചെറിയ ഗ്രൂപ്പുകളിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവ രണ്ടും തന്നെ എന്താണ്? ഒന്നുകിൽ ഓട്ടോട്രോഫിക് ആവാം, അല്ലെങ്കിൽ ഹെറ്ററോട്രോഫിക് ആവാം. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാം, മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്യാം. അടുത്തത് ഈ മൊനീറയും തന്നെ ഓട്ടോട്രോഫിക് ആവാം, ഹെറ്ററോട്രോഫിക് ആവാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലാക്കിയേ? കിങ്ഡം മൊനീറ പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ ആണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ആണ്. ഫംഗസ് യൂകാരിയോട്ടിക് മൾട്ടിസെല്ലുലാർ ആണ്. ഇതിൽ ഒരു യൂണിസെല്ലുലാർ ഉണ്ട് കേട്ടോ, ഈസ്റ്റ് എന്ന് പറയുന്നത്. പ്ലാന്റ് യൂകാരിയോട്ടിക് മൾട്ടിസെല്ലുലാർ, ആനിമാലിയ യൂകാരിയോട്ടിക് മൾട്ടിസെല്ലുലാർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ മക്കളെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ ഇതുവരെയാണ് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. വളരെ സിമ്പിൾ ആണ്. എന്നാൽ ബോട്ടണി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് മെമ്മറി നമുക്ക് വളരെ കുറവാണ് ഈ കാലഘട്ടത്തിൽ. എല്ലാം നമ്മൾ ഫോണിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യൽ കുറവ്. മറ്റ് സബ്ജക്ട് ഇപ്പൊ എല്ലാവരും പറയാറുണ്ട്, ഈ ബയോളജി സിമ്പിൾ സബ്ജക്റ്റ് ആണല്ലോ, ബയോളജിക്കാണ് എല്ലാവർക്കും A+ പോയത്, അല്ലെങ്കിൽ ബയോളജിക്കാണ് എല്ലാവരും തോറ്റത് കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറയാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രോബ്ലം അല്ല, നമ്മുടെ മെമ്മറി ഇങ്ങനെ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ വർക്ക് ചെയ്തേ മതിയാവും. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. കളറിൽ എഴുതാൻ പഠിക്കുക കേട്ടോ. നോട്ടൊക്കെ എഴുതുമ്പോൾ കളറിൽ എഴുതി വെക്കുക. കളറിൽ എഴുതി വെക്കുമ്പോൾ ആ കളർ നമ്മളെ ബ്രെയിനിൽ സ്ട്രൈക്ക് ചെയ്യും എക്സാം വരുന്ന സമയത്ത്. അങ്ങനെ എഴുതി വായിച്ച് പഠിക്കുക. കാണാണ്ട് പഠിക്കേണ്ടത് കാണാണ്ട് പഠിക്കുക. അങ്ങനെ തന്നെ ബയോളജി ബോട്ടണി മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നല്ല കുട്ടികളായിരിക്കുക, സന്തോഷമായിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. വെരി ബെസ്റ്റ്. താങ്ക് യു.